എനിക്ക് വെജിറ്റബിൾസിൻ്റെ ബിസിനസ് ഉണ്ട്. കട്ട് ചെയ്ത വെജിറ്റബിൾസിൻ്റെ ഹോൾസെയിലിൽ ഞാൻ വെജിറ്റബിൾസ് എടുത്ത് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഓർഡർ അനുസരിച്ച് കൊടുക്കാറുണ്ട്. അതാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ബക്കറ്റും സാധനങ്ങളെല്ലാം ഈ പ്ലാസ്റ്റിക്കിൽ കാണുന്ന ബക്കറ്റ് അതെല്ലാമേ തന്നെ ഞാൻ ഇതിന് വേണ്ടി വെജിറ്റബിളിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ വിരിച്ചിട്ടേക്കുന്ന തുണികളാണെങ്കിലും എല്ലാം സെൽഫ് യൂസ് ചെയ്തിട്ടുള്ളതല്ല, വെജിറ്റബിൾസിൻ്റെന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് വെജിറ്റബിൾ കട്ടർ. ഇതിൽ ഞങ്ങൾ സാമ്പാർ കഷ്ണം, അവിയൽ കഷ്ണം, തോരനുള്ളത് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ബിസിനസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെ ഐറ്റംസ് എന്തോന്ന് വെച്ചാൽ അവിയൽ കഷ്ണം, സാമ്പാർ കഷ്ണം, തോരൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ മാങ്ങാക്കറിക്കുള്ള മാങ്ങ, നമ്മൾ ഇപ്പോൾ ഈ അങ്കമാലി മാങ്ങാക്കറി എന്നൊക്കെ പറയില്ലേ, അതിനുള്ള ഐറ്റംസ്, എരിശ്ശേരി, കപ്പ, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഐറ്റംസൊക്കെ വിട്ടു പോയിട്ടുണ്ട് കുറേ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അതെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഓർഡർ ഉണ്ട്, എല്ലാം കൊണ്ടുപോയി കടകളിൽ കൊടുക്കും. പിന്നെ നേരിട്ട് നമുക്ക് ഓർഡർ തരുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ അവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അരിയുന്നതൊക്കെ അവിയൽ കഷ്ണത്തിൻ്റെ ആണ്. നമുക്ക് ഇതിൽ അവിയൽ കഷ്ണം അരിഞ്ഞെടുക്കാൻ പറ്റില്ല, അത് കയ്യിൽ തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ ഓർഡർ കപ്പ, മധുരക്കിഴങ്ങൊക്കെ ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ ഈ എറണാകുളം ഭാഗത്ത് എവിടെ ഉള്ളവർ വേണമെങ്കിലും ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ആലുവയാണല്ലോ, കുറച്ച് ദൂരെയാണ് എറണാകുളം, എനിക്ക് കുറച്ച് ദൂരെയാണ്. ആ ദൂരത്തേക്ക് അനുസരിച്ച് ഒരു 10 പാക്കറ്റ് അങ്ങനെയൊക്കെ എനിക്കൊരു ഓർഡറൊക്കെ തരുവാണെങ്കിൽ, അതിൽ കൂടുതൽ 10 പാക്കറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഓർഡറൊക്കെ തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് എത്തിച്ച് തരും. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് മാത്രമല്ല ഫുഡിൻ്റെയും കൂടി ഉണ്ട് കാറ്ററിങ്, ചെറിയ രീതിയിൽ കാറ്ററിങ് ഉണ്ട്. അതിപ്പോൾ ബിരിയാണി, പിന്നെ വെജ് ബിരിയാണി ആണെങ്കിൽ അങ്ങനെ, നോൺ ആണെങ്കിൽ അങ്ങനെ, പിന്നെ സദ്യ, പൊതിച്ചോറ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് തോരനുള്ളത് അരിഞ്ഞു കഴിഞ്ഞു, പിന്നെ അവരൊക്കെ കഴിഞ്ഞു. ഇത് കപ്പ കഴുകി ക്ലീനാക്കിയിട്ട് അരിഞ്ഞതാണ്. പിന്നെ അച്ചിങ്ങ, ഇതൊന്നും നമുക്ക് മെഷീനിൽ കട്ട് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം കയ്യിലാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നലെ വരെയുള്ള ഓർഡറുകളെല്ലാമേ ഞങ്ങൾ കയ്യിൽ തന്നെയാണ് അരിഞ്ഞതൊക്കെ. ഇത് വെജ് മിക്സാണ്. പിന്നെ ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചിട്ടൊന്ന് മെഷീനാണത്, അതിലാണ് ഇന്ന് ഞങ്ങൾ ചെയ്തത്. ഇന്ന് മുതലാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഉള്ളി ക്ലീൻ ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ക്ലീൻ ചെയ്തതൊക്കെ തരുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ആവശ്യമുള്ളവർ കമൻറ്റ്സ് ചെയ്യണം, മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.